KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇപ്പോൾ ഏജന്റ് ന്യൂസിനോടൊപ്പം ചേരുകയാണ്. പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയാണ്. പുതുയുഗ യാത്ര ഏതുവരെ എത്തി, എന്താണ് കേരളത്തിലാകെയുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ, എങ്ങനെയാണ്? പുതുയാത്ര വളരെ ആവേശകരമായിട്ട് പുരോഗമിക്കുന്നു. ഇപ്പോൾ പാലക്കാട് ജില്ലയിലാണുള്ളത്. വെൽമിച്ച സ്വീകരണമാണ് ഓരോ ജില്ല കഴിയുന്നതോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UDF അനുകൂലമായൊരു തരംഗം ജനങ്ങളിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിസൾട്ട് ആവർത്തിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഈ യാത്ര തുടങ്ങി ഓരോ ജില്ലയിലും ഇപ്പോൾ പാലക്കാട് എത്തിയെന്ന് പറയുമ്പോഴും ജനങ്ങളുടെ ഒരു പൊതുവായ ഒരു പ്രതികരണം അത് UDF അനുകൂലമാണോ അതല്ല LDF ഒരു തുടർച്ച എന്നുള്ള നിലയിൽ അവർ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രസിഡന്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ ജനപിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് LDF എതിരായിട്ടുള്ള വികാരമാണ്. അതിനുശേഷമാണ് ശബരിമലയിൽ ഇപ്പം അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള കൊള്ളയും പ്രകടമായിട്ട് ഇന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ഇതൊക്കെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. CPM അവകാശവാദം അവർ സ്വകാര്യ സംഭാഷണത്തിൽ അവർ പോലും പറയാത്ത കാര്യമാണ്. പരസ്യമായിട്ട് അവർക്ക് ഞങ്ങൾ തോക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടിങ്ങനെ അവകാശവാദങ്ങൾക്ക് യാതൊരു പരിധിയില്ല. പഞ്ചായത്ത് ഇലക്ഷനിൽ ഇത് തന്നെയല്ലേ അവകാശവാദങ്ങൾ എന്തായിരുന്നു, പാർലമെൻറ്റ് ഇലക്ഷൻ എന്തായിരുന്നു, പാലക്കാട് ഇലക്ഷൻ എന്തായിരുന്നു, നിലമ്പൂർ എന്തായിരുന്നു. അവകാശവാദങ്ങൾക്ക് യാതൊരു പരിമിതി ഇല്ലാത്തതുകൊണ്ട് അതവർ നടത്തിക്കോട്ടെ. ജനം ഞങ്ങളുടെ കൂടെയാണ്, ജയം ഞങ്ങളുടേതായിരിക്കും. പക്ഷേ ഈ യാത്ര നടക്കുമ്പോഴും കോൺഗ്രസ് നിലയിലുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും കഴിഞ്ഞ ദിവസമാണ് മണിശങ്കർ അയ്യർ എന്ന് പറയുന്ന നേതാവ് വലിയൊരു അഭിപ്രായം നടത്തിയത്. ഇടതുപക്ഷം തന്നെ തുടർച്ച അധികാരത്തിൽ വരും, പിണറായി തന്നെ മുഖ്യമന്ത്രിയാവും. ആ KPCCയുടെ ഒരു നിലപാടെന്താണ് അദ്ദേഹത്തിൻ്റെ? അത് AICC വ്യക്തമാക്കിയിട്ടുണ്ട്. AICCയുടെ ഔദ്യോഗിക വക്താവ് പവൻ കേര തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറേ നാളായിട്ട് അദ്ദേഹം കോൺഗ്രസ് നേതൃത്വമായിട്ട് അകന്നു നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം CPM രണ്ട് നേതാക്കന്മാർ തോമസ് ഐസക്കിൻ്റെയും രാജീവ് മന്ത്രിയുടെയും നടുക്കിരുന്നിട്ടാണ് അവരെ വിളിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയേ പറയാൻ കഴിയുള്ളൂ. കോൺഗ്രസിന് വേണ്ടി പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് അല്ലെന്നതോടുകൂടി പ്രകടമായിരിക്കുകയാണ്. പേരാവൂരിൽ അങ്ങ് തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്തകൾ വരുന്നു. ആ പാർട്ടി ഹൈക്കമാൻഡാണത് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡിൻ്റെ ഏത് തീരുമാനവും വരാൻ കാത്തിരിക്കുക. കഴിഞ്ഞ 5 വർഷം അങ്ങ് നടപ്പാക്കിയ പ്രധാനപ്പെട്ട പദ്ധതികൾ അതുകൂടി വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ജനങ്ങളെ സമീപിക്കുക. എന്തൊക്കെയായിരിക്കും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട മുന്നോട്ട് വെക്കാവുന്ന പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും? 5 വർഷമല്ല, 15 വർഷം. 15 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ നമ്മളുടെ മുമ്പിൽ ഇതാ. ഈ റോഡ് തന്നെ എന്തായിരുന്നു റോഡിൻ്റെ പഴയ അവസ്ഥ? ഞാൻ 2011 തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പം എന്തായിരുന്നു അവസ്ഥ? പാലങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? അന്ന് ഇരിട്ടി താലൂക്ക് ഉണ്ടായിരുന്നു, അന്ന് ഇരിട്ടി മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്നു, അന്ന് ഇരിട്ടിയിൽ സപ്ലൈ ഓഫീസ് ഉണ്ടായിരുന്നു, അന്ന് ഇരിട്ടിയിൽ ജോയിൻറ്റ് RT ഓഫീസ് ഉണ്ടായിരുന്നു. കൂട്ടുപുഴ പാലം ഒറ്റ കാര്യം പോലെ എന്തായിരുന്നു UDF അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെയും പ്രവർത്തനമെന്ന് നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. ഇരിട്ടി പാലം ഗതാഗത കുരുക്കായിരുന്നു. എല്ലാം പഴയ പാലങ്ങളാണ്, ബ്രിട്ടീഷുകാർ പണിത 2 പാലങ്ങളാണ്. അതെല്ലാം നവീകരിക്കണമെന്ന് തോന്നിയത് ഈ പ്രദേശത്തിൻ്റെ നാടിയെടുപ്പ് വികസന ആവശ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞ കിളിയന്തറ സ്കൂളിൽ പഠിച്ച, എടൂർ സ്കൂളിൽ പഠിച്ച, ഉളിക്കലിൽ പഠിച്ച, ഇവിടെ താമസിച്ച, ഇവിടെ വേരുകളുള്ള, ഇവിടെ ബന്ധങ്ങളുള്ള എന്നെപ്പോലത്തെ ഒരാൾക്ക് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഞാൻ ഈ റോഡിലൂടെ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഇതിലെയാണ് ഞങ്ങൾ മാക്കൂട്ടം കശുവണ്ടി മാർച്ച് നടത്തിയത്. ഈ റോഡിലൂടെയാണ് ഞാനന്ന് മൈക്കിൽ അനൗൺസ് ചെയ്യുന്നത്. നൂറുദ്ദീൻ സാഹിബും MV രാഘവനും 2 സൈഡിൽ നിൽക്കണം, ഒരാൾ പുറകിലും ഒരാൾ മുമ്പിലെന്ന് ഞാനാണ് പറഞ്ഞു കൊടുത്തത്. നൂറുദ്ദീൻ സാഹിബ് തലേ ദിവസം എൻ്റെ വീട്ടിൽ, അന്ന് വീടില്ല, ക്വാർട്ടേഴ്സ് താമസിച്ചിട്ടാണ് കശുവണ്ടി സമരത്തിന് വന്നത്. അപ്പോൾ കാർഷിക മേഖലയുടെ പ്രശ്നം, വന്യമൃഗശല്യം കേരള നിയമസഭയിൽ ഏറ്റവും ഉയർത്തിയിട്ടുള്ളത് ആരാണെന്ന് സഭാരേഖകൾ പരിശോധിക്കാം. എന്നെ LDF ചില മന്ത്രിമാർ കണ്ടാൽ എന്തായി തൻ്റെ ആന എന്ന് ചോദിക്കുന്ന മന്ത്രിമാരുണ്ടായിരുന്നു. അത് തോമസ് ഐസക്ക. എന്തായി തൻ്റെ ആന എന്ന്, ആനപ്രശ്നം. എനിക്ക് ആനയുണ്ടായിട്ടല്ല, ആനപ്രശ്നത്തിൻ്റെ. ഇപ്പോൾ PV അൻവർ അതേ LDF വിട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ. അന്ന് അദ്ദേഹം വന്യമൃഗ ഇഷ്യൂവിൽ പറഞ്ഞ ഒരു പേര് എൻ്റെ പേരാണ്. എന്തുകൊണ്ടത്? കാർഷിക പ്രശ്നങ്ങൾ ഏറ്റവും ഫലപ്രദമായി ഉയർത്താൻ ബാധ്യസ്ഥനായ ഞാൻ അത് ഉയർത്തുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള തെളിവാണ്. അതുകൊണ്ട് പേരാവൂരിലെ ചെയ്തത് എന്താണെന്ന് ജനങ്ങൾക്കറിയാം. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ടാവും. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH at home 9061 423 423.